കാരണം ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ ഇത്രയധികം കളർഫുൾ ആയിരുന്നില്ല ഈ സ്കൂൾ കലോത്സവം. ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4-5ാമത്തെ സബ് ജില്ലാ കലോത്സവമാണ് ഉദ്ഘാടനവും സമാപന സമ്മേളനവും അടക്കം പങ്കെടുക്കുന്നത്. ഇത്രയധികം പണ്ടത്തെ സാധാരണ കുട്ടികളും അധ്യാപകരും ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കല പഠിപ്പിക്കുന്ന അധ്യാപകരും മാത്രമായിരുന്നു കലോത്സവം. പിന്നെ ആ സ്കൂളിന് ചുറ്റുവട്ടത്തുള്ള മാത്രമായിരുന്നു ഈ കലോത്സവം ഏറ്റെടുത്തിരുന്നത്. പക്ഷെ ഇന്ന് കേരളത്തിൽ കാണാൻ കഴിയുന്ന അതിമനോഹരമായ കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദൂർഗ് സബ് ജില്ല അടക്കം ഞാൻ പങ്കെടുത്ത ആൾക്കാരാണ്. ഒരു ഉത്സവ അന്തരീക്ഷമാണ് എല്ലാ സബ് ജില്ലാ കലോത്സവത്തിൻ്റെയും ഭാഗമായി ആ നാട്ടുകാർ ഏറ്റെടുക്കുന്നത്. അത്രയും ജനകീയമായി ഒരു സ്കൂളിന്റെ കലോത്സവത്തെ ഏറ്റെടുക്കുന്ന അതിസുന്ദരമായ കാഴ്ച ഈ അടുത്ത കാലത്തൊന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേരളം നമ്പർ 1 ആണ് എന്ന്. കാരണം എങ്ങനെയാണ് പുതിയ കാലത്ത്, പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളെ അടക്കം പുതിയ കാലത്ത് എങ്ങനെയാണ് ഒരു നാട് ഏറ്റെടുക്കുന്നത്, സ്വീകരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ നിങ്ങൾ ഭാഗ്യം ചെയ്ത, പുണ്യം ചെയ്ത തലമുറയിൽപ്പെട്ടവരാണ്. 1957 തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, 57 എനിക്ക് തോന്നുന്നത് അന്ന് കേരള സ്കൂൾ കലോത്സവമല്ല, സ്കൂൾ കലോത്സവം ആദ്യമായിട്ട് ആരംഭിച്ചത് 1957 12 ഇനങ്ങളിലായിരുന്നു ആദ്യത്തെ കലോത്സവത്തിൽ മത്സരങ്ങൾ ഉണ്ടായത്. 12 ഇനങ്ങൾ. ഇന്ന് 100 കണക്കിന് ഇനങ്ങളായിട്ട് നമ്മുടെ കലോത്സവം അത്രയധികം വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ആദ്യത്തെ കലോത്സവത്തിൽ പങ്കെടുത്തത് സ്റ്റേറ്റിന്റെ കണക്കായിരിക്കാം കേട്ടോ, എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. 240 പേരായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, 1957 12 ഇനങ്ങളോടുകൂടി ഒരു കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു കലോത്സവത്തിന് ആലോചന എഴുതുന്നു. അതിൽ 12 ഇനങ്ങളാണ്. അതിൽ സ്റ്റേറ്റ് തലത്തിൽ മത്സരിച്ചത് കേരളം ടോട്ടൽ എടുക്കുമ്പോൾ 240 പേരാണ്. അതിൽ മത്സരിച്ചവരാണ് പക്ഷെ ലോകത്തിന്റെ തന്നെ മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാനമായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ യേശുദാസ്. ഈ അടുത്ത കാലത്ത് അന്തരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ ജയചന്ദ്രൻ. എനിക്ക് തോന്നുന്നു അന്ന് ലളിത സംഗീതത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ജയചന്ദ്രനും 2ാം സ്ഥാനം യേശുദാസിനുമായിരുന്നു. അപ്പൊ 1957 തുടങ്ങിയ ഈ കലോത്സവം 2025 12 ഇനങ്ങളിൽ മാത്രം തുടങ്ങിയ ഈ കലോത്സവം ഇന്ന് 100 കണക്കിന് ഇനങ്ങൾ, മത്സരങ്ങളടക്കം 10,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന, മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലോത്സവമായി കേരള സ്കൂൾ കലോത്സവം മാറി എന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് കലയെ തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാതൃകയാക്കേണ്ടത്? ഓരോ ഘട്ടം കഴിയും തോറും നിങ്ങൾ ജീവിതത്തിന്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ ഓരോ പടിക ചവിട്ടി മുന്നോട്ടേക്ക് പോകുമ്പോൾ, പഠനം കഴിഞ്ഞ് നിങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗമായി മാറുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ സർഗാത്മകത, ഈ കലയെ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുപിടിക്കേണ്ടത്? അതിനായിരിക്കണം ഈ കലോത്സവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ ഒരു മുൻനിരയിൽ വരാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെ യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളുമില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ വർഗത്തിൻ്റെതോ ആയ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പുറത്തു കൊണ്ടുവരാൻ, തൻ്റെ സർഗാത്മക സൃഷ്ടിയെ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഈ പറഞ്ഞ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും രക്ഷിതാക്കളും PTA-യും സ്കൂൾ മാനേജ്മെന്റും അതിലപ്പുറം നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ ഗുരുനാഥന്മാരും ഈ നാടുമടക്കം ഒന്നടക്കം ചേരുകയാണ്. ഞാൻ ചെറിയ അസൂയ കൊണ്ട് പറയട്ടെ, എൻ്റെ ഒരു ജീവിത അനുഭവം മാത്രം പറയാം. ഞാനൊന്ന് പഠിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്കൊരു പാരയല്ല എൻ്റെ പ്രസംഗം. കാരണം ഞാനെല്ലാം പഠിക്കുന്ന കാലത്ത് കൂടുതലും ഈ മത്സരങ്ങൾക്ക് അയക്കുക ടീച്ചേഴ്സിൻ്റെ മക്കളെയായി, അല്ലെങ്കിൽ ആ നാട്ടിലെ സമ്പന്നരുടെ മക്കളെ. സത്യമാണ്. കാരണം ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് ഏറ്റവും ഒരു പൈസ ചെലവില്ലാത്ത, ആരും തിരിഞ്ഞു നോക്കാത്ത, അത് കലയാണെന്ന് വെച്ചാൽ കലയല്ല, പ്രച്ഛന്ന വേഷത്തിലാണ് എന്നെയൊക്കെ മത്സരിപ്പിക്കാറ്. കാരണം തൊട്ടടുത്തുള്ള എൻ്റെ നാട്ടിലെ ഗോയിനാട്ടിൻ്റെ കടയിൽ നിന്ന് ചീഞ്ഞ പഴം കിട്ടും. അച്ഛൻ്റെ കീറിയ മുണ്ടുണ്ടാവും, അല്ലെ ലുങ്കി ഉണ്ടാവും, അല്ലെ അതാ ചിരിക്കുന്നുണ്ടോ? കറക്റ്റാണ്. ഈ കരിയൊക്കെ വാരി തേച്ച്, കുറെ ചുവന്ന കളറൊക്കെ വാരി തേച്ച്, അന്ന് KPSC-യുടെ പ്രശസ്തമായ നാടകമുണ്ട്, അശ്വമേധം എന്ന് പറയുന്നൊരു നാടകം.
നാടകം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രയധികം അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ മികച്ച നടീനടന്മാരൊക്കെ ഈ സ്കൂളിൽ നിന്നടക്കം ഉണ്ടായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അശ്വമേധം എന്ന് പറയുന്ന ഒരു നാടകത്തിൽ തോപ്പിൽ ബാസി എന്ന് പറയുന്ന നാടകക്കാരൻ ഈ ലോകത്തിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കുഷ്ഠരോഗം പടർന്നു പന്തലിക്കുമ്പോൾ രോഗം ഒരു കുറ്റമാണോ? രോഗം ഒരു കുറ്റമാണോ? നാടകം അല്ലെങ്കിൽ കല എപ്പോഴും സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കലയുടെ ഒരു ശക്തി. അപ്പൊ ആ നാടകത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ഗാനമുണ്ട്, തലയ്ക്കുമീതെ ശൂന്യാകാശം, അല്ലെ? അപ്പൊ ഈ പാട്ടുപാടിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ പ്രച്ഛന്ന വേഷത്തിൽ മത്സരിക്കുക. ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, സംഘഗാനം, ലളിത സംഗീതം, ഇതിലൊക്കെ ടീച്ചേഴ്സിന്റെ മക്കളും സമ്പന്നന്മാരുടെ മക്കളൊക്കെ ആയിരിക്കും. ഇപ്പൊ ഞങ്ങളെ പോലെ കർഷക തൊഴിലാളികളുടെ മക്കളൊക്കെ, സാധാരണക്കാരന്റെ മക്കളൊക്കെ ഏറ്റവും പിറകു വെഞ്ചിൽ ഈ പറയുന്ന ചീഞ്ഞ പടവും കീറിയ മുണ്ടൊക്കെ ഉടുത്തുകൊണ്ട് പ്രച്ഛന്ന വേഷത്തിലാണ്. അവിടെ നിന്നും ഹൈസ്കൂളിലെത്തിയപ്പോൾ കൂടുതലും അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഐറ്റം, ഇന്ന് ആ ഐറ്റം ഇല്ല കേരള സ്കൂൾ കലോത്സവത്തിൽ. ടാബ്ലോ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ചളിവാരി തേക്കുക, വെള്ള പെയിന്റ് അടിക്കുക, സിൽവർ പെയിന്റ് അടിക്കുക. പെറ്റ അമ്മയ്ക്ക് പോലും മനസ്സിലാവില്ല അതെന്റെ മകനാണോ മകളാണോ എന്ന്. മകളില്ല, കൂടുതലും ആൺകുട്ടികളായിരിക്കും. അങ്ങനെ ഏറ്റവും പിറകു ബെഞ്ചിൽ നമ്മുടെ ഉള്ളിൽ, എന്റെയൊക്കെ ഉള്ളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു കഴിവ്, സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കണമെന്ന് ആശിച്ച് ഏറ്റവും പിറകു ബെഞ്ചിലിരിക്കും. പിന്നെ ഈ കലോത്സവം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടികൂടിയത് കർട്ടൻ വലിക്കാൻ വേണ്ടിയാണ്. ഈ ഫ്രണ്ട് കർട്ടൻ വലിക്കാൻ വേണ്ടി. കാരണം ഈ ഫ്രണ്ട് കർട്ടൻ വലിക്കുന്നവന് ഒരു വലിയൊരു ഭാഗ്യമുണ്ട്, എല്ലാം കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ കൂടുതലും ഇതൊക്കെ കണ്ട് പഠിച്ചത് ഈ ഫ്രണ്ട് കർട്ടൻ വലിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ടീച്ചേഴ്സിന്റെ സോപ്പിട്ട്, ഹെഡ്മാഷൊക്കെ സോപ്പിട്ടിട്ട് ഈ ഫ്രണ്ട് കർട്ടൻ വലിക്കാനിരിക്കും. അപ്പൊ എല്ലാം കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു കാലത്തു നിന്നും ഇന്ന് പുതിയ കാലത്തെത്തുമ്പോൾ ഏതെങ്കിലും ചെറിയ കഴിവുകൾ പോലും പ്രകടിപ്പിക്കുവാൻ എല്ലാ വിധത്തിലുള്ള സ്പേസും എല്ലാ സൗകര്യങ്ങളും ആ കുട്ടികളെ മുഴുവൻ കണ്ടില്ലേ. ഇവിടെ ഏറ്റവും മഹത്തരമായ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് എന്റെ പ്രസംഗം എന്നതിലപ്പുറം നിങ്ങൾക്ക് കഴിഞ്ഞ 4 ദിവസം ഭക്ഷണം തന്ന ഈ ചേട്ടന്മാരെ ആദരിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും ഇച്ഛിക്കാതെ വയറ് നിറച്ചും ഭക്ഷണം കൊടുത്ത ഇവിടുത്തെ മത്സരാർത്ഥികൾക്കും അവരുടെ കൂടെ വരുന്ന ടീച്ചേഴ്സും എല്ലാവർക്കും, നാട്ടുകാർക്കും അടക്കം ഭക്ഷണം കൊടുത്ത് ഈ നാടിന്റെ ഏറ്റവും നല്ല പ്രതിഭാശാലികളെ എന്ന് പറയാം, സ്നേഹമുള്ള മനുഷ്യരെ ഈ കലോത്സവം ആദരിക്കുന്നു എന്നൊരു ചടങ്ങും കൂടിയുണ്ട്. അപ്പൊ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവർ. കാരണം പല ഘട്ടങ്ങളിൽ നമ്മളൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ നാട് എന്താ ശരിയില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ കാണുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള നാട് കേരളം ആണ്. കാരണം ഇത്രയധികം എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ബാംഗ്ലൂരായിരുന്നു. കാരണം ബാംഗ്ലൂരിന്റെ, കർണാടകത്തിന്റെ ചെറിയ ഗ്രാമങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്താണ് കർണാടകം എന്ന് പറയുന്നത്. നമുക്ക് സങ്കടപ്പെട്ടു പോകും. എപ്പോഴും റിക്ഷാവണ്ടി വിളിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. സ്കൂളിൽ പോകാൻ സാധിക്കാത്ത കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. വഴിയരികിൽ പച്ചക്കറി വിൽക്കുന്ന ചെറിയ മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. വിശക്കുന്നവന്റെ എക്കാളും വലിയ വിഷമമാണ് അക്ഷരം കിട്ടാതെ മരിച്ചുപോയ കുട്ടികൾ എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളടക്കം, പഴയ വേങ്ങാട് സ്കൂളല്ല ഇന്ന്, എല്ലാ പൊതുവിദ്യാലയങ്ങളും ഒരു കാലത്ത് ഈ പൊതുവിദ്യാലയങ്ങളൊക്കെ അടച്ചു പൂട്ടുന്നതിന്റെ വക്കിലെത്തിയപ്പോ ഇന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ ഒരു 5 സ്റ്റാർ ലുക്കിൽ അടക്കം ആ രീതിയിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും വളർന്നുകൊണ്ട് നമ്മുടെ സ്കൂളുകളും എല്ലാ കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും വളർത്തിയെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതും, പ്രിയപ്പെട്ട കുട്ടികളോട് പറയുവാനുള്ളത് ഒരു ഉപദേശം എന്നൊന്നുമല്ല, നിങ്ങൾ ചെയ്യേണ്ടതും ഈ കലോത്സവം നടപ്പിലാക്കുന്നത് കേവലം ഒരു മത്സരം എന്നതിലപ്പുറം, ഈ മത്സരത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രേസ് മാർക്ക് എന്നതിലപ്പുറം, ഞാൻ നമ്മുടെ വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം ഞാൻ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതാനുഭവം നിങ്ങളോട് പറഞ്ഞത്. വലിയ മത്സരങ്ങളിൽ പോയിട്ടൊന്നും എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിരുന്നില്ല. ഏറ്റവും പിറകിൽ നിന്നുകൊണ്ട് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും പിറകിൽ വെച്ചിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു, കലയുമായിട്ട് ഈ ലോകത്തിലൂടെ സഞ്ചരിക്കണമെന്ന്. അമേരിക്ക കാണണം എന്നുള്ളതും ന്യൂയോർക്ക് കാണണം എന്നുള്ളതും വാഷിംഗ്ടൺ കാണണം എന്നുള്ളതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഈ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു നാടകപ്പെട്ടിയും തൂക്കിക്കൊണ്ടാണ്. നാടകത്തിനോടുള്ള അടങ്ങാത്ത, കലയോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണ്, ആ സ്വപ്നത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കല എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ നമ്മൾ എന്നും മുറുകെ പിടിക്കുന്നത്. വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരു കാര്യം പറയാം, ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ഒരു ക്രൈസിസിൽ നിങ്ങൾ പെടുമ്പോൾ, നിങ്ങൾക്ക് കൂട്ടായി നിൽക്കുക നിങ്ങളുടെ എഴുത്തായിരിക്കാം, നിങ്ങളുടെ വരയായിരിക്കാം, നിങ്ങളുടെ പാട്ടായിരിക്കാം, നിങ്ങളുടെ അഭിനയമായിരിക്കാം, നിങ്ങളുടെ നൃത്തമായിരിക്കാം.
എപ്പോഴും നമ്മളൊരു കൂട്ടായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക ഈ കല. അതുകൊണ്ട് തന്നെ കേവലം ഇതൊരു മത്സരമായിട്ട് മാത്രം നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയാണ് കലാകാരൻ, പ്രശസ്തമായിട്ടുള്ള ഹോളിവുഡ് ആക്ടർ ഡയറക്ടർ ടെൻസ്മാൻ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, കാരണം ഇന്ന് പുതിയ കാലത്തെല്ലാം എന്ത് കിട്ടും, എത്ര കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് പുതിയ കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഞാൻ UP സ്കൂളിൽ ഇതുപോലൊരു പരിപാടിക്ക് പോയി. അപ്പൊ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരനായിരുന്നു ആ സ്കൂളിലെ HM. അപ്പൊ എന്നെ കുറിച്ച് വളരെ അറിയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കുട്ടികളോട്. ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ നാടകത്തെക്കുറിച്ചും കവിതകളെക്കുറിച്ചും അറിയാവുന്ന പാട്ടുകളടക്കം പാടിക്കൊടുത്ത് കുട്ടികളുടെ കൂടെ ഇഴകി ചേർന്നു. പരിപാടി കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ കുറെ കുട്ടികൾ ഓടി വന്ന് എന്നോട് ചോദിച്ചത് ഏത് യൂട്യൂബറാണ് എന്നാണ്. നാടകക്കാരനാണ്, സിനിമാക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം പുതിയ കാലത്ത് എല്ലാവരും യൂട്യൂബറാണ്. അതും സഹിക്കാം, അതും പോട്ടെ, കുട്ടികളാണ്. കാരണം പുതിയ കാലത്ത് ഡിജിറ്റൽ യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ AI കാലത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ അഡ്വാൻസ് ടെക്നോളജിയുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾ തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ ചോദ്യം ഇച്ചിരി കടന്ന കൈയായിപ്പോയി. ഒരു കുഞ്ഞു പയ്യൻ എന്നോട് ചോദിക്കാണ്, എത്ര കിട്ടും, എന്ത് കിട്ടുമെന്ന്. കാരണം കുഞ്ഞുമക്കൾ കാണുകയാണ് തൊപ്പി എന്ന് പറയുന്ന ഒരു വിദ്വാൻ, അദ്ദേഹത്തിന് ഒരു മാസം 1.5 ലക്ഷം രൂപ വരുമാനം, അല്ല 25 ലക്ഷം രൂപ വരുമാനം. മറ്റേ യൂട്യൂബർക്ക്, ബ്ലോഗർക്ക് 5 ലക്ഷം, 65 ലക്ഷം, 75 ലക്ഷം. പുതിയ കുട്ടികൾക്കിടയിൽ പോലും എന്ത് കിട്ടും, എത്ര കിട്ടും എന്ന് മാത്രം ചിന്തിക്കുകയാണ്. അവിടെയാണ് പുതിയ തലമുറ. ഇവിടെ എനിക്ക് ചെറിയൊരു വിയോജിപ്പ്. കാരണം ഈ പറയുന്ന ഈ ചേട്ടന്മാർ ഇന്നിവിടെ ആചരിക്കുന്ന, നമുക്ക് ഭക്ഷണം തന്ന, വയറ് നിറച്ചു ഭക്ഷണം തന്ന, വിശപ്പാണ് നമ്മുടെ എല്ലാവരുടെയും വിഷയം. വിശപ്പിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഒറ്റ ഇമോഷൻ എന്ന് പറയുന്നത് വിശപ്പാണ്. അമേരിക്കക്കാരനും ഞാൻ കഴിഞ്ഞ 2 ആഴ്ച ഓസ്ട്രേലിയയിലായിരുന്നു. ഓസ്ട്രേലിയക്കാരൻ വിശപ്പ് ഒന്ന് തന്നെയാണ്, കീഴാറ്റൂർക്കാരനായ എൻ്റെ വിശപ്പ് ഒന്ന് തന്നെയാണ്. അപ്പൊ വിശപ്പ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും വിശപ്പ് മാറ്റിയ ഈ നാടിന്റെ പ്രിയപ്പെട്ട പാചകക്കാർ, ഈ നാടിന് വേണ്ടി സ്നേഹിക്കുന്നവർ, അവർ എന്ത് കിട്ടും, എത്ര കിട്ടും എന്ന് വിചാരിച്ചല്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ കലോത്സവത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഈ നാടിന്റെ കൂടെ ഒന്നാടങ്കം ഈ PTA കമ്മിറ്റിയും നാട്ടുകാരും ജനങ്ങളും അടക്കം ഇവിടെ നിന്നത്. അല്ലെങ്കിൽ ഇതിനെ മുന്നേ പോയവർ, നമുക്ക് മുന്നേ പോയ ഒരുപാട് കവികൾ, സാഹിത്യകാരന്മാർ, നിങ്ങളിനെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം എഴുതിയ തോപ്പിൽ ബാസി, ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന നാടകം എഴുതിയ KT മുഹമ്മദ്, 8ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗമുള്ള ഈ അയ്മു എന്ന് പറയുന്ന മനുഷ്യനാണ് ഒരു സമൂഹത്തിന്റെ മുന്നിൽ നോക്കി നല്ല മനുഷ്യരാവാൻ നോക്കി, മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുകൂടുന്ന ഒരു ജനതയുടെ മുന്നിൽ നോക്കി പറഞ്ഞ നാടകത്തിന്റെ പേരാണ് നല്ല മനുഷ്യരാവാൻ നോക്ക്. അങ്ങനെ എത്രയോ കലാകാരന്മാർ, വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ ഒന്നൊന്നും കൂട്ടിയാൽ ഇമ്മണി വലിയ ഒന്നാണ്. ആ കുട്ടിയോട് പറയുവാനുള്ളതും എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞുമക്കളെ, ഒന്നൊന്നും കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ കഥയുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഒന്നൊന്നും കൂട്ടിയാൽ ഇമ്മണി വലിയ ഒന്നാണ്. ഒന്നൊന്നും കൂട്ടിയാൽ 2 നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഒരു ടീച്ചറും നമ്മളെ പഠിപ്പിക്കും. ഒന്നൊന്നും കൂട്ടിയാൽ 2 ആണ്, 2 കൂട്ടിയാൽ 4 ആണ് എന്നൊക്കെ നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിക്കും. പക്ഷെ അതിലപ്പുറമുള്ളൊരു പഠനമാണ് ഒന്നൊന്നും കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചാൽ ഇമ്മണി വലിയ ഒന്ന്. ആ ഇമ്മണി വലിയ ലോകം ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. അത്രയും സുന്ദരമായ കാഴ്ചകൾ നമുക്കൊക്കെ കാണുവാനുണ്ട്. അങ്ങനെ ഇമ്മണി വലിയ ലോകത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളറിയാതെ കീഴ്പ്പെടുത്തുവാൻ പല രുചിയിൽ, പല മണത്തിൽ, പല നിറത്തിൽ നിങ്ങളെ വേട്ടയാടുക, നിങ്ങളെ ആ വലയ്ക്കുള്ളിൽ കീഴ്പ്പെടുത്തുവാൻ വരും. കാരണം ഇവിടെയൊക്കെ 750-ലധികം കുട്ടികൾ ഹയർ സെക്കൻഡറിയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണ്. എത്രയും പെട്ടെന്ന് ചീത്ത കൂട്ടുകെട്ടിലേക്കും ഇതുപോലെയുള്ള ചില കുരുക്കുകളിലേക്കും അറിയാതെ നമുക്ക് നമ്മുടെ മനസ്സ് മാറിപ്പോകും. എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും പറയുവാനുള്ളതും അത് മാത്രമേ ഉള്ളൂ. ലഹരി എന്ന് പറയുന്നത് ഏറ്റവും ജീവിതമായിരിക്കണം. നിങ്ങളുടെ സൗഹൃദമായിരിക്കണം ഏറ്റവും നല്ല ലഹരി. നിങ്ങളുടെ കുടുംബമായിരിക്കണം ഏറ്റവും വലിയ ലഹരി. നിങ്ങളുടെ അധ്യാപകരായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ലഹരി. നിങ്ങളുടെ നാടായിരിക്കണം, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കലയായിരിക്കണം, സാഹിത്യമായിരിക്കണം, കായികമായിരിക്കണം. അതിനുവേണ്ടി തന്നെയാണ്, ആ ലഹരിയിലൂടെ വേണം നമുക്ക് മുന്നേറുവാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും സുന്ദരമായി ഈ സർഗാത്മക സൃഷ്ടിയെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ടെൻസ്മാൻ എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ടറും സംവിധായകനും പറഞ്ഞ വാക്കുകൾ ഒന്ന് പറയുകയാണെങ്കിൽ, ടെലിവിഷൻ നിങ്ങളെ സമ്പന്നനാക്കും. അദ്ദേഹം പറഞ്ഞതാണ്. സമ്പന്നൻ എന്ന് മാത്രം എടുത്താൽ കേട്ടോ, മറ്റു പല ജോലികൾ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്തോളൂ. ടെലിവിഷൻ നിങ്ങളെ സമ്പന്നനാക്കും, സിനിമ നിങ്ങളെ പ്രശസ്തനാക്കും. അരങ്ങ്, തിയേറ്റർ, ഇന്ന് ഈ 4 ദിവസം ഈ അരങ്ങിൽ, ഈ സ്റ്റേജിൽ നൃത്തമാടിയവർ, പാട്ടുപാടിയവർ, മറ്റു പല വിധത്തിലുള്ള കലകൾ, സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിച്ചവർ, അതിനെ തിയേറ്റർ എന്ന് പറയാം. തിയേറ്റർ നിങ്ങളെ മനുഷ്യനാക്കും.
ഈ കലോത്സവം ഇവിടെ ഇത് ചെയ്തതും രൂപകൽപ്പന ചെയ്തതും നിങ്ങളെ മനുഷ്യന്മാരാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കുറെ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കൊണ്ടാണ്, അവർ വഴിതെളിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് സുന്ദരമായി ഈ നാട്ടിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കിടയിലെങ്കിലും നമ്മുടെ വിദ്യാലയങ്ങൾക്കിടയിലെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെതായ യാതൊരു വിധത്തിലുള്ള അതിർവരമ്പുകളും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ പുതിയ കാലത്ത്, എഐയുടെ കാലത്ത്, സാങ്കേതികത്വത്തിന്റെ കാലത്ത് വളർന്നു പന്തലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളറിയാതെ മതവും ജാതിയും ഒക്കെ വളർന്നു വരികയാണ്. ഞാനും നിങ്ങളുമൊക്കെ തെയ്യത്തിന്റെ നാട്ടുകാരാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനും വർഷങ്ങൾക്ക് മുമ്പേ ഈ മലബാറിൽ ഒരു തെയ്യം, ഒരു പൊട്ടൻ ദൈവം ഒരു ചോദ്യം ചോദിച്ചിരുന്നു ലോകത്തിന്റെ മുന്നിൽ നോക്കി. ആ കഥകളൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ? എങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര ചൊവ്വരെ, നിങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര ചൊവ്വരെ. അപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? എന്റെ ചൊവ്വരെ, എന്നെ കൊത്തിയാലും ചോര ഒന്ന് തന്നെയല്ലേ? അപ്പൊ ഞാനും നീയും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒറ്റ ചോരയുള്ളവരാണ്, മനുഷ്യര് മാത്രമാണ്. വിശ്വാസങ്ങളൊക്കെ നമ്മുടെ